അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കുറച്ച് തല്ലിത്തേങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തല്ലിത്തേങ്ങ നമുക്ക് പൊട്ടിച്ച് അതിൻ്റെ പരിപ്പെടുത്ത് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് എൻ്റെ മാഡത്തിൻ്റെ സുഹൃത്തുക്കൾ ആരോ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അവർക്ക് മാഡത്തിന് കൊണ്ട് കൊടുത്തതാണ്, ആരോ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഇത് നമുക്ക് പൊട്ടിച്ച് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള തല്ലിത്തേങ്ങ. ഇതിന് ലോക്കൽ ആൽമണ്ട് എന്നും വേറൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. നാടൻ ബദാം. നല്ല പഴുത്ത തല്ലിത്തേങ്ങ ആയതിനാൽ ഞാനത് അതിൻ്റെ പുറമേയുള്ള തൊലി ചെത്തിക്കളഞ്ഞ് ഉണക്കിയതിന് ശേഷം നമുക്ക് പൊട്ടിച്ചതിൻ്റെ പരിപ്പെടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി 5-6 ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കുവാൻ പോവുകയാണ്. ഇത് ഉണക്കുന്നതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കറ തെറിച്ച് വസ്ത്രങ്ങൾ കേടാവാൻ, കറ പെട്ടെന്ന് ഇത് പോവില്ല, വസ്ത്രങ്ങൾ കേടാൻ സാധ്യത ഉള്ളതിനാൽ ഇത് ഞാൻ ഈ രീതിയിൽ ചിരണ്ടിയെടുത്തതിന് ശേഷം ചികിക്കളഞ്ഞിട്ട് ഉണക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ എൻ്റെ വീട് കേരളത്തിൽ കടൽ തീരത്ത് വലിയഴീക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് തല്ലിത്തേങ്ങ പൊട്ടിച്ച് അത് ഉണങ്ങിയത് നമുക്ക് കിട്ടും. അത് വളരെയധികം പൊട്ടിച്ച് നമ്മൾ കഴിച്ച ഓർമ്മകളാണ് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയഴീക്കൽ പൊഴിയുടെ അടുത്താണ് എൻ്റെ വീട്. ഈ വർഷാവർഷം ഈ പൊഴി അടഞ്ഞ് തുറക്കുന്ന സമയത്ത് കിഴക്ക് നിന്നും വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ കായൽ തീരത്തുള്ള തല്ലിത്തേങ്ങ മരത്തിൽ നിന്ന് വീണ നിരവധി ഒഴുകി തീരത്ത് അടിയാറുണ്ട്. അതൊക്കെ ഞങ്ങളെ എടുത്ത് പെറുക്കി കുറേ അധികം കിട്ടാറുണ്ട്. അത് പൊട്ടിച്ച് കഴിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി അറിയാം ഇത് പൊട്ടിക്കേണ്ട മെത്തേഡ്. പണ്ടൊക്കെ കയ്യിലൊക്കെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് കല്ലുകൊണ്ട് നമ്മൾ പൊട്ടിക്കുമ്പോൾ. ഇത് 2 തോടുകളായിട്ട് പുലർത്തിയെടുക്കുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ മെത്തേഡ്. നമ്മൾ അടിച്ച് അത് പൊട്ടിക്കുന്ന അതിൻ്റെ ഏത് ഭാഗത്ത് അടിച്ചാലാണ് അത് കറക്റ്റായിട്ട് പൊട്ടി പിളർന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. കയ്യിലൊക്കെ അടി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. അതുപോലെ ഇപ്പോൾ ഈ തല്ലിത്തേങ്ങ മരങ്ങൾ അപൂർവങ്ങളാണ്. കാര്യം എനിക്ക് തോന്നുന്നു പഴയ പോലെ അധികമായി കാണുന്നില്ല. അതുപോലെ എൻ്റെ മോൻ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവനൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല, കാണാൻ സാധ്യതയില്ല. പിന്നെ ഈ രീതിയിൽ പൊട്ടിച്ച് എടുക്കേണ്ടത് കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് ആയതുകൊണ്ട് പലരും അതിന് ശ്രമം നടത്താറില്ല. കയ്യിലടി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് കൃത്യമായി പൊട്ടിച്ച് ഇതേ രീതിയിൽ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഈ രീതിയിൽ തന്നെ പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അവസാനം ഇത് കഴിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ രുചിയെപ്പറ്റി പറയുവാൻ നോക്കിയപ്പോൾ വീഡിയോ കൃത്യമായി എൻ്റെ ഫേസ് അതിനകത്ത് കിട്ടിയില്ല, ക്ഷമിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം.